ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ 119-ാം ചരമവാർഷികമായിരുന്നു ഇന്നലെ. ഭാരതീയ ചിത്രകലാ പാരമ്പര്യത്തിൻ്റെ ദീപ്തമായ മുഖം എന്നതിലുപരി വിശ്വോത്തര രചനാ സങ്കേതങ്ങളെല്ലാം സമന്വയിപ്പിച്ച അത്ഭുതാവഹമായ അനേകം ചിത്രങ്ങളിലൂടെ ഇന്നും ലോക ചിത്രാസ്വാദകരുടെ മനസ്സിൽ പകരം വയ്ക്കാനില്ലാത്ത സ്ഥാനം രാജാ രവിവർമ്മയ്ക്കുണ്ട്. രാജാ രവിവർമ്മയുടെ ജീവസുറ്റ ചിത്രങ്ങൾ അവയുടെ ശരീരഘടനയിലും ഭാവത്തിലും വേറിട്ട ഒരു മുഖം തന്നെ ആസ്വാദകർക്ക് സമ്മാനിക്കുന്നു. ഭാരതീയമായ വേഷവിധാനങ്ങളുടെയും സാംസ്കാരിക വൈവിധ്യങ്ങളുടെയും തൻ്റെ ചിത്രങ്ങളിലൂടെ ലോകാന്തരങ്ങളിലേക്ക് എത്തിച്ച പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം. രാജാക്കന്മാരിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാരിലെ രാജാവെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. ഏഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടിൻ്റെയും ഉമാ അംബാബായി തമ്പുരാട്ടിയുടെയും മകനായി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ കൊട്ടാരത്തിൽ 1848 ഏപ്രിൽ 29 ജനിച്ചു. കേവലം 3 വയസ്സുള്ളപ്പോൾ തന്നെ കൊട്ടാര ചുമരുകളെ ചിത്രങ്ങൾ കൊണ്ട് നിറച്ചു കൊച്ചു തമ്പുരാൻ. കരിക്കട്ട കൊണ്ട് കോറിയിട്ട ആ ചിത്രങ്ങളിലെല്ലാം സർഗസാന്നിധ്യം തിരിച്ചറിഞ്ഞ അമ്മാവനും സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ സദസ്സിലെ ആസ്ഥാന ചിത്രകാരനുമായിരുന്ന രാജരാജവർമ്മ അദ്ദേഹത്തെ ചിത്രകല പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. പ്രകൃതിയും ജീവിതവും അങ്ങനെ കണ്ണിൽപ്പെടുന്നതെല്ലാം ക്യാൻവാസിൽ പകർത്താനുള്ള അപാര സർഗ വിശേഷം പ്രകടമാക്കിയ രവിവർമ്മ കഥകളിയിലും കഥകളിയുടെ ചുട്ടികുത്തൽ തുടങ്ങിയ അനുബന്ധ കലാരൂപങ്ങളിലും ആകൃഷ്ടനായിരുന്നു. യൗവനത്തിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് നാട് നീങ്ങിയ ശേഷം സ്ഥാനമേറ്റ ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം തിരുവനന്തപുരത്ത് താമസിച്ച് അദ്ദേഹം ചിത്രകല പഠനം തുടർന്നു. എണ്ണച്ചായം ഉപയോഗിക്കുന്നതിലും പുതിയ രീതികളിലും അദ്ദേഹം ഇക്കാലത്ത് പ്രാവീണ്യം നേടി. ഇക്കാലത്തിലാണ് തഞ്ചാവൂർ ചിത്രരചനാ സങ്കേതങ്ങൾ അദ്ദേഹം പരിചയിക്കുന്നത്. ഒപ്പം സ്വദേശത്തും വിദേശത്തും ലഭ്യമായ ചിത്രരചനയെ സംബന്ധിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും അദ്ദേഹത്തിന് ഇക്കാലത്ത് അവസരമുണ്ടായി. അക്കാലത്തെ ഏക എണ്ണച്ചായ ചിത്രകാരനായിരുന്ന മധുര സ്വദേശി രാമസ്വാമി നായിക്കർ എണ്ണച്ചായം ഉപയോഗിക്കുന്നതിനുള്ള ചിത്രരചനാ സങ്കേതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വിമുഖത കാട്ടിയത് രവിവർമ്മയിൽ ഒരു മത്സരബുദ്ധി ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് ലഭ്യമായ എണ്ണച്ചായ ചിത്രങ്ങൾ നോക്കി അദ്ദേഹം സ്വയം അത് അഭ്യസിക്കുകയും ചെയ്തു. ദർശന മാത്രയിൽ ഏതൊരു ചിത്രത്തിൻ്റെയും ശൈലിയും സാങ്കേതിക വശവും മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നു രാജാ രവിവർമ്മയ്ക്ക്. സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ആവിഷ്കരണത്തിൽ രവിവർമ്മ ചിത്രങ്ങൾ പുലർത്തിയ മിഴിവും അഴകും പ്രൗഢിയും സമാനതകളില്ലാത്തതാണ്. അച്ഛൻ വരുന്നു, ദർഭുവന വണ്ടുള്ള ശകുന്തള, ഹംസത്തോട് നളനെ പറ്റി തിരക്കുന്ന ദമയന്തി, ശകുന്തള, പാൽക്കുടമേന്തിയ ഉത്തരേന്ത്യൻ വനിത തുടങ്ങിയ ചിത്രങ്ങൾ വിശ്വപ്രസിദ്ധങ്ങളാണ്. ഹൈന്ദവ പുരാണങ്ങളിലെ പല കഥാപാത്രങ്ങൾക്കും ദേവതാ സങ്കല്പങ്ങൾക്കും രൂപലാവണ്യം പകർന്നത് രവിവർമ്മയാണ്. ഇന്നും പല ക്രിസ്ത്യൻ പള്ളികളിലും കാണപ്പെടുന്ന പരുമല മാർ ഗിഗോറിയോസിൻ്റെ പ്രശസ്ത ചിത്രവും ജീവസുറ്റ രീതിയിൽ വരച്ചത് അനശ്വരമാക്കിയത് രാജാ രവിവർമ്മയാണ്. അച്ഛൻ വരുന്നു എന്ന ചിത്രത്തിൽ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയിൽ പടികടന്നെത്തുന്ന അച്ഛൻ്റെ രൂപം പ്രതിഫലിക്കുന്നത് കാണാം. ഇതൊരു ചിത്രകാരൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിൻ്റെ ഭാവനയുടെയും ഒരു വസ്തുത അഥവാ സംഭവത്തിൻ്റെ വിശദാംശങ്ങളെ ആവിഷ്കരിച്ച് അതിന് സമഗ്രത വരുത്താനുള്ള അപാരമായ കഴിവിൻ്റെയും എടുത്തു പറയാൻ കഴിയുന്ന ഉദാഹരണമാണ്. സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും എല്ലാ പരിമിതികളെയും അതിജീവിച്ച് നിൽക്കുന്ന ഭാവനാവിലാസവും സർഗസാന്നിധ്യം കൊണ്ട് തൻ്റെ കൈമുദ്ര പതിപ്പിച്ച ചിത്രങ്ങളെക്കുറിച്ച് നിരവധി സിനിമകളും പഠനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 1906 സെപ്റ്റംബറിൽ പ്രമേഹബാധയെ തുടർന്ന് രാജാ രവിവർമ്മ രോഗശയ്യയിലായ വാർത്ത ഭാരതത്തിലെയും വിദേശത്തെയും വർത്തമാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ആരാധകരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ കാണുവാനെത്തി. 1906 ഒക്ടോബർ 2 അസംഖ്യം ജീവൻ തുടിക്കുന്ന അനശ്വര ചിത്രങ്ങളെ ഈ മണ്ണിൽ അവശേഷിച്ച് ആ അതുല്യ ചിത്രകാരൻ ഈ മണ്ണിനോട് വിടവാങ്ങി.